ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അവരുടെ അൺസെറ്റ് ഫീലിങ്സ്, നിങ്ങളോടുള്ള അൺസെറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് ഇത് കാണുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു അത്ര മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളഞ്ഞേക്കുക. പിന്നെ റീഡിംഗ് തുടങ്ങുന്ന സമയത്ത്, ഷഫ്ലിംഗ് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തി, അവരോട് പറഞ്ഞിട്ടില്ലാത്ത, അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അവരുടെ അൺസെറ്റ് ഫീലിങ്സ് എന്തൊക്കെയാണ്? ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തി, എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ പേര് ആലോചിക്കുന്ന വ്യക്തി, ഇത് രണ്ടും ഞാൻ എടുക്കുകയാണ്. അവരോട് പറഞ്ഞിട്ടില്ലാത്ത, അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ആ അൺസെറ്റ് ഫീലിംഗ് എന്താണ്? ഡിവൈൻ പ്ലീസ് ഗൈഡ്. അവർ പറഞ്ഞിട്ടില്ലാത്ത അവരുടെ അൺസെറ്റ് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ്. രണ്ട് കാർഡ് കൂടെ എടുക്കാം കേട്ടോ. കാർഡ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചുണ്ടാവും. കിളികളുടെയും കാക്കയുടെയൊക്കെ സൗണ്ട് കേട്ടുന്നു വരും കേട്ടോ, ക്ഷമിച്ചേക്കുക. ബാക്കിൽ കുറേ മരങ്ങളുണ്ട്, അതാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, 9 ഓഫ് കപ്സ്, chariot, queen of wands, 10 of swords and 4 of wands. അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത അവരുടെ ഫീലിങ്സ് ആണ് കേട്ടോ, അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ടെമ്പറൻസ്. ഇവിടെ 2 പേജിൻ്റെ കാർഡ്സ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം. പല പ്രാവശ്യം നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം എന്ത് പറയണമെന്നറിയില്ല. അതുകൊണ്ട് പലപ്പോഴും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് തന്നെ ആയിരിക്കണം, മെസ്സേജസ് ആയിരിക്കണം ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. കാരണം കിങ് ഓഫ് കപ്സിൻ്റെ കാർഡ് ഇവിടെ ഉണ്ട്. 2 സൈഡിലും പേജ് ആണ്. ഇത് ഒരു റൊമാൻറ്റിക് എക്സ്പ്രഷൻ എന്നൊക്കെ പറയാം. പേജ് ഓഫ് വാൻഡ്സിന് നമുക്ക് റൊമാൻറ്റിക് എക്സ്പ്രഷൻ എന്നൊക്കെ പറയാം. റീച്ച് ഔട്ട് ചെയ്യണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ, അവരുടെ സ്നേഹത്തിൻ്റെ കപ്പ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ആലോചിക്കുന്നുണ്ട്, പക്ഷെ ആലോചിച്ചിരിക്കുകയാണ്, ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ.
അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതായത് മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ് കൂടെയോ അല്ലെങ്കിൽ വാക്കാലോ എക്സ്പ്രസ് ചെയ്ത് കാണാൻ സാധ്യതയില്ല. പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ നോക്കുന്നതായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന്. പക്ഷേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എങ്ങനെ പറയണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസിൻ്റെ കാർഡ് നിങ്ങളുടെ അടുത്ത് പാഷനേറ്റ്ലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്, എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു സ്പീഡി കാർഡാണല്ലോ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ. എത്രയും വേഗം ഒരു മെസ്സേജോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവരുടെ ലൈഫിൽ. കാരണം 9 ഓഫ് കപ്സ് എന്നുവെച്ചാൽ അവർക്ക് ജീവിതത്തിൽ ബാക്കി എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചാരിയറ്റിൻ്റെ കാർഡ് നിങ്ങളുടെ അടുത്ത് പ്രിറ്റൻഡ് ചെയ്യേണ്ടാവും അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് നോട്ടം മാറ്റുക, ഒരു മാനിപ്പുലേറ്റീവായിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പ്രഷൻ അങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ള ചിന്ത. പിന്നെ ഇദ്ദേഹം ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. യൂണിഫോംസുള്ള ഒരുപാട് ജോബുണ്ട്, ആർമി, നേവി, എയർഫോഴ്സ്, എന്താ പറയുക, പോലീസ്, ഈവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഈവൻ ടീച്ചേഴ്സിന് യൂണിഫോംസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ എന്താണ്, കുറച്ച് മാർഷ്യൽ ആർട്സൊക്കെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കളരി അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. വേറെ ഏതില്ല അങ്ങനെ യൂണിഫോം ധരിച്ചിട്ടുള്ള ജോബ്സ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്പം സ്ട്രോങ് പൊസിഷനിലുള്ള ഒരു ആൾ തന്നെ ആയിരിക്കണം. രണ്ട് മനസ്സിലാണ് നിൽക്കുന്നത്. പറയണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്നറിയില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ആൾ വളരെ ലോയലാണ്, മാനിപ്പുലേറ്റീവ് ആണ്, പക്ഷേ ലോയലാണ് കേട്ടോ. ക്വീൻ ഓഫ് വോൺസ് നിങ്ങളെ പ്രതി വളരെ അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അട്രാക്ഷനേക്കാളും ഒരു പക്ഷേ സ്നേഹത്തിനൊപ്പം തന്നെ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആൾ. അതായത് നിങ്ങളുടെ പെരുമാറ്റ രീതികളായാലും നിങ്ങളെ കൊണ്ട് നടക്കുന്ന ആ രീതി, നിങ്ങൾ സ്വയം ഗ്രൂം ചെയ്യുന്ന ആ രീതി, പിന്നെ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, നിങ്ങളുടെ കെയറിങ് നേച്ചർ, നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇത് സ്ത്രീക്കും പുരുഷനും ബാധകമാണ് കേട്ടോ. ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്, കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. കിങ് ഓഫ് കപ്സ് ആണെങ്കിൽ നിങ്ങൾ ആണാണെങ്കിൽ പെണ്ണായി എടുക്കുക, പെണ്ണാണെങ്കിൽ ആണായിട്ട് എടുക്കുക. ക്വീൻ ഓഫ് വോൺസും അതുപോലെ തന്നെ, നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ പുരുഷനായിട്ടെടുക്കുക, പുരുഷനാണെങ്കിൽ സ്ത്രീ ആയിട്ട് എടുക്കുക. ഓക്കെ, എനർജിയാണ് അവിടെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ റെസ്പെക്റ്റ് നിങ്ങളുടെ പേഴ്സൺ, ഈ യൂണിഫോംഡ് ജോബ് എന്ന് പറയുന്ന ലേഡീസിനും ഉണ്ട് കേട്ടോ. ഹോട്ടൽ ഇൻഡസ്ട്രി, ഈവൻ ടീച്ചേഴ്സ്, അതൊക്കെ വന്ന് ലേഡീസും ഉണ്ടല്ലോ. ആർമി, നേവിയിൽ എല്ലാത്തിലും ഇപ്പോൾ ലേഡീസ് ഉണ്ട്. പിന്നെ ക്വീൻ ഓഫ് വോൺസ്, അതേപോലെ ക്വീൻ ഓഫ് വോൺസും ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് അല്ലേ. അവരും നിങ്ങളുടെ കാര്യത്തിലും അവർ കൺഫ്യൂസ്ഡ് ആണ്. കാരണം നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് രണ്ടുപേർക്കും അറിയാം പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്തിട്ടില്ല, വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പെയിൻ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അറിയിച്ചിട്ടില്ല. വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. ഈ അടക്കി വെച്ചിട്ട് പറയാൻ പറ്റാതെ ഒരു വിഷമം. പിന്നെ നിങ്ങൾ ഓൺലൈൻ സ്റ്റോക്ക് ഒരു നല്ലോണം ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടാളും, ഒരാൾ മാത്രമല്ല, 2 പേജ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറയും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ ഓൺലൈൻ വരുന്നു, എപ്പോൾ ഓഫ്ലൈൻ പോകുന്നു, DP ചെക്ക് ചെയ്യുക, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, അവരുടെ വെയർ അബൌട്ട്സ് അറിഞ്ഞു വയ്ക്കുക. ഇത് ബാഡ് രീതിയിലുള്ള സ്റ്റോക്കിംഗ് അല്ല കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ചെക്കിംഗ് ആണ്. ഒരിക്കലും ബാഡ് ഇൻറ്റൻഷനിൽ ചെയ്യുന്നതല്ല. ചിലരെങ്കിലും
ഒരു സാബട്ടാജ്, അതായത് നിങ്ങൾ എന്തെങ്കിലും വഴക്കിടുകയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു സാബട്ടാജിൻ്റെ എനർജി, ഒരു ബ്ലോക്കേജ് പോലെ, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്യും പോലെ. അത് മെസ്സേജൊക്കെ അയക്കണമെന്നുണ്ട്, പക്ഷേ സ്വയം ബ്ലോക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം ഈ ഒരു കാർഡും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാർഡും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. 4 ഓഫ് വാൻഡ്സ് അറിയാലോ. 4 ഓഫ് വാൻഡ്സ് എന്താണ്? ഒരു സെലിബ്രേഷൻ, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണത്. 11 കാർഡാണത്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസൽ വെക്കണം, ഈ ലവ് പ്രപ്പോസൽ. ഓഫ് കോഴ്സ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, നന്നായി വന്നാൽ മാരേജിൽ എത്തണം എന്നുണ്ട്, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം എന്നുണ്ട്, ലൈഫ് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. അവർ ഡിവൈൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളായിട്ടൊരു ബാലൻസിലെത്തണം, നിങ്ങളുമായിട്ടൊരു ഒരു ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്, ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏഞ്ചൽ പ്രൊട്ടക്ഷന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ബാലൻസിൽ എത്തണം എന്നുള്ള ആഗ്രഹം നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാൻ എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എനിക്ക് ആ 7 ഓഫ് വാൻഡ്സ് എന്താണ് അവിടെ എന്നുള്ളത് എനിക്ക് അറിയണം. പ്ലീസ് ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ. പേജ് ഓഫ് വാൻഡ്സ്, please clarify. Page of wands, please clarify. Page of wands. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഫാമിലി പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കാർഡ്സ് കണ്ടോ, 9 ഓഫ് വാൻഡ്സും 10 ഓഫ് പെൻറ്റക്കിൾസും ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഫാമിലി കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇവരെ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടായിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഇവർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാം, എല്ലാം ശരിയാക്കിയതിന് ശേഷം നിങ്ങളോട് തുറന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ക്ലാരിഫൈ, പ്ലീസ് ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്തതിൽ പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ. വീണ്ടും പേജാണ്, നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യണം, ആലോചനയാണ്. ഇങ്ങനെ മനസ്സിലിട്ട് റെസ്റ്റ്ലെസ്സാണ്, നിങ്ങളായിട്ട് റീച്ച് ചെയ്യണം, സംസാരിക്കണം, കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് അറിയിക്കണം എന്നെല്ലാമുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ക്ലൗഡി, ഈ പേഴ്സൺ ഡേ ഡ്രീമിങ് എനർജിയിലാണ്. നിങ്ങളുടെ അടുത്ത് പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഇമാജിനേഷനിൽ ആൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നേരിട്ട് പറയാൻ എന്തുകൊണ്ടോ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് ആണ് നമുക്ക് ആകെ ഒരു ഇതായിട്ട്, ബ്ലോക്കേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ക്ലാരിഫൈ. പേജ് ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ. പേജ് ഓഫ് കപ്സ്. പേജിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ്. ഉടനെ തന്നെ ഒരു മെസ്സേജോ വാട്സാപ്പോ കോളോ ഒക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത് സ്റ്റാർ കാർഡ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്ന് താഴേക്ക് വയ്ക്കുകയാണേ. ദി ഹെയറോഫൻറ്റ്, ദി സ്റ്റാർ കാർഡും ഹെയറോഫൻറ്റുമാണ് പേജ് ഓഫ് കപ്സിൻ്റെ ക്ലാരിഫയറായിട്ട് വന്നിരിക്കുന്നത്. കാക്ക ഒരുപാട് ശബ്ദം ഉണ്ടാക്കേണ്ട, ക്ഷമിക്കുക കേട്ടോ. ഹെയറോഫൻറ്റ് എന്ന് പറയുമ്പോൾ ഈ തടസ്സം ഒന്നുകിൽ ഇവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരൊരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഇതെല്ലാവർക്കും അല്ല, 1% ആൾക്കാരുടെ പാർട്ട്ണർ ഒരു പക്ഷേ ഒരു ഫാമിലി ഉള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ടല്ലോ, അവരുടെ പാരൻസിൻ്റെ ഭാഗത്തിൽ
എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന റിലിജ്യൻ, അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, നിങ്ങളുടെ സ്റ്റാറ്റസ് തമ്മിലുള്ള വ്യത്യാസം, നിങ്ങളുടെ ജീവിത സാഹചര്യം, ഇവർ കുറച്ച് ഉയർന്ന ലെവലിൽ ജീവിക്കുന്ന, ഫൈനാൻഷ്യലി ഞാൻ പറയുന്നത്, ഉയർന്ന ലെവലിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ടുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവരുടെ ഫാമിലിക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഫെയ്ത്ത് ഡിഫറൻസ്, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസം, ഈവൻ സെയിം റിലിജ്യൻ ആണെങ്കിലും കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ്, റിലിജ്യൻ ഡിഫറൻസ്, ഇതൊക്കെ ഒരു മേജർ ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇടയിൽ ഷഫിൾ ചെയ്തിട്ട് നൈറ്റ് ഓഫ് വാൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്തായിരുന്നു. 5 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് വാൺസ് ആണ് കിട്ടിയത്. ഇടയ്ക്ക് എൻ്റെ ക്യാമറ ഒന്ന് ബ്രേക്കായിപ്പോയി, അതുകൊണ്ട് ഷഫ്ലിംഗ് പാർട്ട് വിട്ടുപോയി, ക്ഷമിക്കുക. അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസും കിങ് ഓഫ് വാൺസും വരുന്നവിടെ കിങ് ഓഫ് വാൺസും ക്വീൻ ഓഫ് വാൺസും ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു സെപ്പറേഷനിലിരിക്കുകയായിരിക്കാം. അതിൻ്റെ ആയിരിക്കണം ഈ സാബട്ടാജ് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ വഴക്കിട്ട് പോയി കാണും, എന്തെങ്കിലും പിണക്കം കാരണം ഒന്ന് മാറി നിന്ന് കാണും. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജസിന് അല്ലെങ്കിൽ അവരുടെ മെസ്സേജസിന് നിങ്ങൾ റിപ്ലൈ ചെയ്യാതിരിക്കുമോ, നേരെ തിരിച്ചോ, അങ്ങനെ ആവാം. അതുകൊണ്ടാണ് ഒരു സാബട്ടാജ് എനർജി അവിടെ കാണുന്നത്, ഒരു ബ്ലോക്കൊക്കെ ചെയ്തിരിക്കുന്ന പോലെ. പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൂടെ ഇപ്പോൾ അവർ പോകുന്നുണ്ട്, നിങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല. ഒരു ലോൺ എടുക്കുകയോ എന്തോ ഒരു പ്രശ്നം ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്, അതും നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടില്ല. ഇവരുടെ ഫാമിലിയുടെ ഇത്ര വലിയതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതും ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്ത് കാണില്ല. കാരണം നിങ്ങളുടെ അടുത്ത് ഇവർ സ്നേഹമേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇവരെ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഈ ഹെറോഫൻറ്റിൻ്റെ ഒരു എനർജിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ഫൈനാൻഷ്യൽ സ്ട്രഗിൾസും ഇവർ ഫേസ് ചെയ്യാം. ഇതെല്ലാവർക്കും അല്ല, ഒരു ശതമാനം ആൾക്കാർക്ക്. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ വീണ്ടും പറയുന്നു, അവരവർക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണ്, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അതിൻ്റെ തടസ്സം കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് ആയിരിക്കാം, അവരുടെ ഫാമിലി ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. സെക്കൻഡ് കേസിൽ നിങ്ങളൊരു മാരീഡ് പേഴ്സണുമായിട്ടാണെങ്കിൽ, മാരീഡ് പേഴ്സണുമായിട്ടാണ് നിങ്ങൾ ഒരു റിലേഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ പേഴ്സണെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ അവരെ തടയുന്നത് അവരുടെ ഫാമിലി സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇതായിട്ടുള്ള ലോണോ കാര്യങ്ങളോ ഒക്കെ കാണും. അതൊന്ന് സെറ്റിലാക്കാതെ നമുക്ക് പുള്ളിയുടെ ഫോക്കസ് അതിലാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്, അതുപോലെ എടുക്കുക. ക്ലാരിഫൈ 7 ഓഫ് വാൺസ്, ക്ലാരിഫൈ 7 ഓഫ് വാൺസ്, ക്ലാരിഫൈ 7 ഓഫ് വാൺസ്. ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് കപ്സ്. വീണ്ടും എല്ലാ കിങ്സും ഉണ്ടല്ലോ ഇന്ന്. കിങ് ഓഫ് കപ്സ് സെക്കൻഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ സ്നേഹം ഒരുപാടുണ്ടെന്ന് മനസ്സിലായല്ലോ. ഹൈ പ്രീസ്റ്റസിലും 2 സിനാറിയോ ഉണ്ട്. ഒന്ന്, ഇവർ വിചാരിക്കുന്നത് ഇത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അവരുടെ ഫീലിംഗ് ആണ്. ഇവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങളത് മനസ്സിലാക്കിക്കോളും. കാരണം നിങ്ങൾ വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതേപോലെ ഇവരുമായിട്ട് വളരെ മാനസികമായിട്ട് കണക്ഷനുള്ളൊരു ആളാണ്. നിങ്ങളുടെ അടുത്ത് ഇത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവരൊന്ന് നിങ്ങളെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നിവർ വിചാരിക്കുന്നു. എന്തിനും ഇവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ഓൾറെഡി അറിയാമല്ലോ എന്നുള്ള ചിന്ത. ഇത് സ്ത്രീയാവാം പുരുഷനാവാം കേട്ടോ. അതേപോലെ നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ് എന്നൊക്കെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ഷൻ ഒന്നും എടുക്കാതെ അവിടെ ഇരിക്കുന്നത്. എക്സ്പ്രസ് ഉണ്ട്, ഉള്ളിൽ നിറയെ സ്നേഹമാണ്, പക്ഷേ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവരുടെ ചിന്ത. രണ്ടാമത്തെ സിനാറിയോ,
ഇത് ആദ്യം പറഞ്ഞത് സിംഗിൾസിന്. രണ്ടാമത്തത്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു സ്പൗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം അവർ അറിഞ്ഞാൽ പ്രോബ്ലം ആകും എന്നൊരു പേടി ഉണ്ട്. ഇപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ അതുപോലെ എടുക്കുക. മാരീഡ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിനാറിയോ, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ഈ കാര്യം അറിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം ആകും എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് അവർ മെസ്സേജസ് ഒന്നും റിപ്ലൈ ചെയ്യാതെയും ഒക്കെ ഒരു സബോട്ടാജ് സിറ്റുവേഷനിലിരിക്കുന്ന, അങ്ങനെ ഇരുന്നിട്ട് വളരെയധികം വേദനിക്കുന്നുണ്ട്. ക്ലാരിഫൈ 9 of Cups. Clarify 9 of Cups. Wheel of Fortune and 3 of Cups. ഇത് ഓൾറെഡി അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണല്ലോ. അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നത് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അവർ വിചാരിക്കുന്ന ഈ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞ് വരും, ഒരു നല്ല തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും, ഒരു സെലിബ്രേഷൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് ചാരിയറ്റ് അവിടെ വന്നിരിക്കുന്നത് ഈ സിറ്റുവേഷൻസൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്തയുണ്ട്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ദി എംപ്രസ്, ഏസ് ഓഫ് സോർഡ്സ്. നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ടാണ് അവർ കാണുന്നത്. വെച്ചാൽ വളരെ കേപ്പബിളായിട്ടുള്ള, വളരെ സൗന്ദര്യമുള്ള, നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡാണ്. സ്ത്രീയോ പുരുഷനോ നിങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെപ്പോലത്തെ കെയർ അവർക്ക് വേറെ ആരുടെയൊന്നും കിട്ടിയിട്ടില്ല. ഒരു അബണ്ടൻസിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങൾ പെരുമാറുന്ന രീതി, ക്വീൻ ഓഫ് വോൺസിനേക്കാൾ ഒരു പടി മേലെ എന്ന് തന്നെ പറയാം. വളരെ എന്താ പറയുക, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെപ്പോലത്തെ ഒരു കെയർ, അതുപോലെ നിങ്ങൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ നിങ്ങളെ അവർ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ പറഞ്ഞു കാണില്ല, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹത്തോടൊപ്പം നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അതേപോലെ ആ കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. 2 കാർഡ് മറഞ്ഞു വേണോണ്ട് എടുക്കുന്നില്ല. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. പ്ലീസ് ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും പേജിൻ്റെ കാർഡാണ്. ക്വീൻ ഓഫ് സോർഡ്സ്. കണ്ടോ, ക്വീൻ ഓഫ് വോൺസിനെയാണ് ക്വീൻ ഓഫ് സ്വോർഡ്സും പേജ് ഓഫ് പെൻറ്റക്കിൾസും ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മെസ്സേജ് അയക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യേണ്ട. പക്ഷേ ഇവിടെ 2 സ്പൗസസിൻ്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ 2 കിങ്ങും 2 ക്വീനുമായി. അപ്പോൾ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് അവിടെ. നിങ്ങൾക്ക് 2 പേർക്കും റെസ്പെക്റ്റീവ് സ്പൗസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതലും ഓൺലൈനാണ് പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും വാട്സാപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇവരുടെ സ്പൗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നതുകൊണ്ട് ഈവൻ ഇവരുടെ എന്താ പറയുക ചാറ്റ് ഹിസ്റ്ററിയൊക്കെ ഇവരുടെ സ്പൗസ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ സ്പൗസോ നിങ്ങളുടെ സ്പൗസോ നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ വളരെയധികം ട്രാക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിൻ്റെ ഒരു പേടി ഉണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് അങ്ങനത്തെ ഒരു ഇതാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് അത് ക്വീൻ ഓഫ് വോൺസിൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുക. അപ്പോൾ ഇവരുടെ വെയറബൌട്ട്സ് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ വളരെയധികം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് റെസ്പെക്റ്റീവ് സ്പൗസസ് കണ്ടുപിടിക്കും എന്നുള്ളൊരു പേടി ഉണ്ട്. ക്ലാരിഫൈ 10 of swords. Clarify 10 of swords. Clarify 10 of swords. Clarify 10 of swords. Okay.
6 ഓഫ് സ്വാർഡ്സ് ആൻഡ് സാബറ്റാജ്. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ നിങ്ങളെ ഒരു ബ്ലോക്കിംഗ് എനർജിയിലും കൊണ്ട് ഇവർക്കൊരു സ്ട്രോങ് ചാലഞ്ചാണ് ഈ സിറ്റുവേഷൻ. അതുകൊണ്ട് സ്വയം ഡിഫെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൊല്യൂഷൻ കണ്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും തൽക്കാലം ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് അവർ. സ്വയം ഡിഫെൻഡ് ചെയ്ത് തൽക്കാലം ഇങ്ങനെ പോവട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. ആ സിറ്റുവേഷൻ ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ക്ലാരിഫൈ 4 of Wands. Please clarify 4 of Wands. Please clarify 4 of Wands. Ace of Wands, a new beginning. 8 of Wands, communication. ഓക്കെ, എന്തായാലും അവരൊരു തീരുമാനത്തിലെത്തും. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തും. അധികം താമസിയാതെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെ തീവ്രമായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിരുന്നു ഈ മൊത്തം റീഡിങ്ങിലും. പേജിൻ്റെ 3-4 കാർഡ്, അതിൻ്റെ ഒപ്പം 8 ഓഫ് വാൻസ് എന്ന് പറയുന്ന സ്പീഡി കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എത്രയും വേഗം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ, അതൊരു പ്രപ്പോസൽ ആവാം, ഒരു മാരേജ് പ്രപ്പോസൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രപ്പോസൽ ആവാം, ഒരു കോംപ്രമൈസ് ടോക്കോ, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഉള്ള പ്രോസ്പെക്ട്സ് കാണുന്നുണ്ട്. അത് ടെമ്പറൻസും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ ടെമ്പറൻസ്. 10 of Swords and Knight of Wands. ഇത് തന്നെയാണ്, പാഷനേറ്റ് എനർജി ഒക്കെ ഒരുപാടുണ്ട്. ഇമ്പൾസീവ് ആക്ഷൻസ് എടുക്കാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ പെയിൻഫുള്ളായിട്ടാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹീല് ആവാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ആ എടുത്ത് ചാട്ടമൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ട് ആ പെയിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് ആലോചിച്ച് ഒരു സൊല്യൂഷനിലെത്തിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം പേജിൻ്റെ കാർഡ്സ് ഇത്രയധികം വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണം. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി കാണുക. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അധികം താമസിയാതെ കാണാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും റീഡിംഗ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ഇട്ടേക്കും. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. വീണ്ടും കാണാം. ബൈ.